കുറച്ച് ട്രാൻസ്ഫർ ഡിസ്കഷൻസ് നടത്താറുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളുടെ ഇടയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ലൂയിസ് ഡയസ് അദ്ദേഹം ലിവർപൂളിൽ നിന്നും കൂടുമാറി, അതായത് ട്രാൻസ്ഫറായി ബയേൺ മ്യൂണിക്കിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 27-28 വയസ്സുകാരനെ ബയേൺ മ്യൂണിക്ക് എന്തിന് സൈൻ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതും 75 മില്യൺ പൗണ്ട് കൊടുത്തിട്ട്. ലൂയിസ് ഡയസ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അർജൻറ്റീനയ്ക്കെതിരെ ആ ഒരു കൊളംബിയയിലെ ആ ഒരു ഗോൾ നമ്മൾ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ആ ഒരു ഗോൾ. അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 27 വയസ്സായ താരത്തിന് 75 മില്യൺ പൗണ്ട് കൊടുത്ത് ബയേൺ മ്യൂണിക്ക് മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഇതിന് മുമ്പ് സാദിയോ മാനേനെയും 30 വയസ്സുള്ള സാദിയോ മാനേനെയും ബയേൺ മ്യൂണിക്ക് ഇതുപോലെ ലിവർപൂളിൽ നിന്ന് കൊണ്ടുവരുന്നു. പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാദിയോ മാനേക്ക് സാധിച്ചില്ല. ഓക്കെ, ലിവർപൂളിൽ ഉണ്ടാക്കിയതുപോലെ. ഓക്കെ, ഇപ്പോൾ സാദിയോ മാനെ അൽ നസറിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ ചർച്ച. 75 മില്യൺ പൗണ്ടിന്, ദാറ്റ് മീൻസ് 75 മില്യൺ യൂറോക്ക് ലൂയിസ് ഡയസിനെ ബയേൺ മ്യൂണിക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അവർക്കൊരു പ്രീ സീസൺ മാച്ച് ഉണ്ടായിരുന്നു, ലിവർപൂൾ വേഴ്സസ് AC മിലാൻ. 4-2 എന്നുള്ള സ്കോറിന് ലിവർപൂൾ പരാജയപ്പെട്ടൊക്കെയാണ്, അത് വേറൊരു കാര്യം. അതല്ല ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്. ആ ഒരു മാച്ചിൻ്റെ പ്രീ സീസൺ അതിൻ്റെ ആ ഒരു സ്കോഡ് പ്രഖ്യാപിച്ച സമയത്ത് ലൂയിസ് ഡയസും ഇല്ലായിരുന്നു, ഡ്രാവിൻ നൂനസും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായതാണ് ലൂയിസ് ഡയസും ഡ്രാവിൻ നൂനസും ഇവർ രണ്ടുപേരും ലിവർപൂൾ ലീവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലൂയിസ് ഡയസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ഡ്രാവിൻ നൂനസ് അദ്ദേഹം ഏതെങ്കിലും ഒരു ടീമിലോട്ട് പോകും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. നെപ്പോളിയുമായിട്ട് നെഗോസിയേഷൻസ് ഡ്രാവിൻ നൂനസിൻ്റെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ഡ്രാവിൻ നൂനസിൻ്റെ അങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നില്ല. ഞാൻ പറയാൻ വന്നതല്ല. ഇപ്പോൾ ലൂയിസ് ഡയസ് പോയി, അവർക്ക് അത്യാവശ്യം എമൗണ്ട് കിട്ടി. ഇനി അലക്സാണ്ടർ ഇസാക്കിന് നല്ല പോലെ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി അലക്സാണ്ടർ ഇസാക്കിൻ്റെ ഈ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഈ ലിവർപൂളിലോട്ട് വരുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, അലക്സാണ്ടർ ഇസാക്ക് സെറ്റ് ടു ലീവാണ്. അതായത് അലക്സാണ്ടർ ഇസാക്ക് ന്യൂകാസിൽ യുണൈറ്റഡിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു സീസണോട് കൂടി ടീം വിടണം. ഓക്കെ, ന്യൂകാസിൽ ടീം വിടണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു, അൽ ഹിലാലിന് അലക്സാണ്ടർ ഇസാക്കിന് ഓഫർ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു. ഓക്കെ, അദ്ദേഹം നെഗ്ലക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതായത് ഡിസ്കഷൻസിന് പോലും അലക്സാണ്ടർ ഇസാക്ക് നിന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിലോട്ട് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. മെയിൻ പ്രയോറിറ്റി ലിവർപൂൾ തന്നെയാണ്. ലിവർപൂളും ഇപ്പോൾ ലൂയിസ് ഡയസ് പോയതോടുകൂടി അവരുടെ ആ ഒരു ലെഫ്റ്റ് വിങ് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അലക്സാണ്ടർ ഇസാക്കിനെ സൈൻ ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്, അതും റെക്കോർഡ് തുകക്ക്. ഓക്കെ, അതാണ് ഇപ്പോൾ കറൻലി മാധ്യമങ്ങളെല്ലാവരും ചർച്ചയാകുന്നത്. 150 മില്യൺ പൗണ്ടിനാണ് അദ്ദേഹത്തെ ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് അദ്ദേഹത്തിന് വെച്ചിട്ടുള്ളത്. ലിവർപൂൾ ആണെങ്കിൽ ചിലപ്പോൾ മേ ബി ആ ഒരു എമൗണ്ട് കൊടുത്ത് സൈൻ ചെയ്യും, പറയാൻ പറ്റില്ല. 127 മില്യൺ പൗണ്ടായിരുന്നു ഫ്ലോറിയാൻ വിഡ്ജിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മറികടന്നു 172 മില്യൺ യൂറോ ആവും ഈ ഒരു 150 മില്യൺ പൗണ്ട് എന്ന് പറയുമ്പോൾ. റെക്കോർഡ് തുകയായിരിക്കും. ഓക്കെ, ലിവർപൂൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ക്ലബ്ബ് തന്നെയാണ്. അവരുടെ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല പോലെ തന്നെ കേപ്പബിൾ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് തന്നെയാണ്. സോ അവർക്ക് വേണമെങ്കിൽ മേടിക്കാം. ബാക്കി നെഗോസിയേഷൻസ് കാര്യങ്ങൾ നടത്തി ചിലപ്പോൾ എമൗണ്ട് കുറച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മേടിക്കും. അലക്സാണ്ടർ ഇസാക്കിന് ലിവർപൂളിലോട്ട് വരാൻ നല്ല പോലെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇൻ കേസ് അലക്സാണ്ടർ ഇസാക്കിന് കിട്ടിയില്ലേ മേ ബി ചിലപ്പോൾ റോഡ്രിഗോയ്ക്കും ലിവർപൂളിലോട്ട് പോകാൻ നല്ലപോലെ ചാൻസ് നടക്കുന്നുണ്ട്. ലിവർപൂൾ റോഡ്രിഗോയുമായിട്ട് പ്രിലിമിനറി ടോക്സ് ഒക്കെ നടത്തി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അലക്സാണ്ടർ ഇസാക്ക് ഓർ റോഡ്രിഗോ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ലിവർപൂളിലോട്ട് വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കറൻലി വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലിവർപൂളിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവർ ഹ്യൂഗോ എത്തിക്കുകയായാലും ഫ്രംപോങ് ആയാലും കർക്കസ് ആയാലും പിന്നെ അതുപോലെ തന്നെ വിഡ്സ് ആയാലും കുറേ ട്രാൻസ്ഫേഴ്സ് നടത്തി. ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് ഒഴുക്കിയത് ലിവർപൂൾ. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ ഇസാക്കിൻ്റെ കാര്യത്തിലും കൂടി തീരുമാനമാവാനുമുണ്ട്, അല്ലെങ്കിൽ റോഡ്രിഗോ ആരെങ്കിലും ഒരാൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹാവോ ഫെലിക്സ് അദ്ദേഹം ചെൽസിയിൽ നിന്നും അൽ നസറിലോട്ട് കൂടുമാറിയിട്ടുണ്ട്. 30 മില്യൺ യൂറോ ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അൽ നസർ. അദ്ദേഹം 2027 വരെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് അൽ നസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 വർഷത്തെ കോൺട്രാക്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ അൽ നസറിൽ ഹാവോ ഫെലിക്സ് കളിക്കും. ഹാവോ ഫെലിക്സ് നമുക്കറിയാം ബെൻഫിക്ക, അത്ലറ്റിക്കോ മാഡ്രിഡ്, ചെൽസി, AC മിലാൻ, ബാഴ്സലോണയിലെ ലോണിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ടീമിൽ കളിച്ചിട്ടുണ്ട്. ഫൈനലി ചെൽസി ടു അൽ നസർ അത് കൺഫേം ആയിട്ടുണ്ട്. റൊണാൾഡോയുടെ കൂടെ 2 വർഷം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് യൂറോപ്പിലോട്ട് തിരിച്ചു വരുമില്ലെന്ന് നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ആൻ്റണിക്കായിട്ട് അൽ നസർ ഒരു ബിഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുമ്പിൽ. ആൻ്റണി ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ റയൽ ബെറ്റിസിൽ ഒരു നല്ല ഫോമിൽ കളിച്ചിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു അദ്ദേഹം. അതേ പിന്നെ അവിടുത്തെ ലോണിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയിട്ട് ജോയിൻ ചെയ്തു. അവിടുന്ന് എന്തായാലും റൂബൻ അമറോമിൻ്റെ ആ കീഴിൽ ആൻ്റണിക്ക് ആ പ്ലാനിൽ വലിയ താല്പര്യമൊന്നും, ആ ഒരു പ്ലാനിൽ ഇടമില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഗർനാച്ചോ ആയാലും ആൻ്റണി ആയാലും പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സോ അവർക്കൊന്നും ഇങ്ങനെ ജെയ്ഡൻ സാൻചോ ഓക്കെ, അവർക്കൊന്നും ഈ ഒരു കോച്ചിൻ്റെ അണ്ടറിൽ പ്ലാനിൽ
താല്പര്യമില്ല. അപ്പോൾ അവരൊക്കെ സെറ്റ് ലീവാണ്. അപ്പോൾ ആൻ്റണി ചിലപ്പോൾ അൽ നസറിലോട്ട് പോയേക്കും എന്നുള്ള രീതി വാർത്തകളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയൊക്കെയാണ് മെയിൻ ട്രാൻസ്ഫേഴ്സ് കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ നെയിംസിൻ്റെ കേട്ടോ ചെറിയ ചെറിയ ട്രാൻസ്ഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫർ ചർച്ചകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. സോ താങ്ക് യു സോ മച്ച്.